അപ്പോൾ കൊറോണ വന്നിട്ട് എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്തേക്കാം. ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. അതിലെന്ത് പ്രശ്നം ഉണ്ടായാലും. എൻ്റെ ശരീരത്ത് മറ്റ് മരുന്നുകൾ കയറ്റുന്നത് എനിക്കിഷ്ടമല്ല. കാര്യം എൻ്റെ ശരീരം വാടിപ്പോവും. മനസ്സിലായോ? അതുപോലെ തന്നെ കുട്ടികൾക്കിപ്പം ഒരുപാട് ഇഞ്ചക്ഷനുകൾ കൂടിയിട്ടുണ്ട്. പണ്ടൊന്നും അത്രയും ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു. ഗവൺമെൻറ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തന്നെയുള്ള പുറപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയ്ക്ക് കഠിനമായിട്ടുള്ള വേദനകളുമാണ്. എൻ്റെ ഒരു ഇത് ഞാൻ പറയുകയാണ്. അധിക നാൾ ഒരു പരിധി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മരിച്ചു പോകാനായിരിക്കും. എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇഞ്ചക്ഷനുകൾ കൂട്ടുന്നതെന്ന്. അപ്പോൾ കൊറോണ വന്നിട്ട് പോലും ഞാനൊരു ഇഞ്ചക്ഷനും എടുത്തിട്ടില്ല. കാര്യം എൻ്റെ ശരീരത്ത് കുത്തിവെക്കണോ വേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പം പാല് മധുരമില്ലാത്ത പാലാണ് കേട്ടോ. നമ്മുടെ ശരീരത്ത് പ്രതിരോധ ശക്തി കൂട്ടും. പാലും മുട്ടയും. വെറുതെ പറയുന്ന കൊളസ്ട്രോളൊക്കെ വരുന്നത് ഇറച്ചി ഒഴിവാക്കിയാൽ മതി കേട്ടോ. ചിലർ പറയും കൊളസ്ട്രോൾ ഉണ്ടാകുന്നു. വെറുതെയാണ്. മുട്ട കഴിച്ചാൽ നമുക്കൊരു പനി പോലും അങ്ങനെ വരത്തില്ല. മുട്ടയും പാലും കഴിക്കാത്തവർ കഴിക്കണം കേട്ടോ. പാല് നമ്മുടെ ശരീരത്തെ നല്ല വെളുപ്പിക്കും. കടുംചായ കുടിക്കണ്ട കേട്ടോ, കറുത്ത് പോവേ.